ഹലോ ICI ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് ഞാനൊരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഷല്ല, വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചീസ് സ്ലൈസസ് എങ്ങനെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഒത്തിരി പേർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. കാരണം പറഞ്ഞ പോലെ യൂട്യൂബിലെല്ലാം ജെലാറ്റിനോ അല്ലെങ്കിൽ റെനറ്റോ അല്ലെങ്കിൽ നമ്മുടെ സിട്രിക് പൗഡർ ഇതൊക്കെ വെച്ച് തയ്യാറാക്കുന്ന റെസിപ്പീസ് ആയിരുന്നു കണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ശരിക്കും ഉണ്ടാക്കാൻ പറ്റുമെന്ന് പലർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു ഡൗട്ടും വേണ്ട, അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ട്രൈ ചെയ്യാത്ത ഒരു കാര്യവും ഞാനിവിടെ റെസിപ്പി ആയിട്ട് പോസ്റ്റ് ചെയ്യാറില്ല. നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇന്ന് അടുത്ത ചീസിൻ്റെ വേറൊരു വേർഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മോസറല്ല ചീസ്, വേറൊരു 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് എങ്ങനെ മോസറല്ല ചീസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് നമുക്ക് 1 ലിറ്റർ പാലെടുക്കാമേ, ഫുൾ ഫാറ്റ് പാല്. ഏത് പാലായാലും ഓക്കെയാണ്, പക്ഷേ ഫുൾ ഫാറ്റ് ആയാൽ മതി. എന്നിട്ട് നമുക്കിത് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ മുന്നേ നമ്മുടെ ചീസ് സ്ലൈസസിന് ചെയ്ത പോലെ തന്നെ നമുക്ക് വിരലിട്ട് മുക്കിയാൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൂട്, ബെയർ ചെയ്യാൻ പറ്റുന്ന ചൂട് അത്രയാകുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് 1/4 കപ്പ് വിനീഗറോ ലെമൺ ജ്യൂസോ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ഒരു തവിയിട്ട് ഒരു കരണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിങ്ങനെ പാല് പിരിഞ്ഞ് വരുന്നു. അപ്പം ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ്സ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമ്മളിത് അടച്ചു വെക്കും. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം, ഇതൊന്ന് സെറ്റിലാവാൻ. നമ്മുടെ പാല് പിരിഞ്ഞത് മറ്റേ വെള്ളവും ഇതും സെറ്റിലാവാൻ. കണ്ടോ, പിരിഞ്ഞു തുടങ്ങി. ഇപ്പം നമുക്കിത് അടച്ചു വെക്കാമേ. അടച്ചു വെക്കുമ്പം ഈ വെള്ളം തന്നെ നമ്മുടെ ഈ ചെന തന്നെ വരും. അപ്പം നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാമേ. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞു. നല്ല വെള്ളമൊക്കെ വിട്ട് വന്നു, നമ്മുടെ പാല് നന്നായി പിരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്പാച്ചുല അല്ലെങ്കിൽ ഇതുപോലെ ഇത് ഫ്രൈയിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് ആയിരിക്കും നല്ലത്. എടുത്തിട്ട് ഇതുപോലെ സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കി മാറ്റി ഇതെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിൻ്റെ മേളിൽ അരിപ്പ വെച്ചിട്ട് നമുക്കതിലോട്ട് ഒഴിക്കാം. അപ്പം വെള്ളം സെപ്പറേറ്റ് ആയിക്കോളും, നമ്മുടെ ഈ പാല് പിരിച്ചത് സെപ്പറേറ്റ് ആയിക്കോളും. അപ്പോൾ കണ്ടോ, ഇത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ വിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് മിക്സാക്കി വെക്കാം. വെള്ളവും അതുപോലെ പൊക്കോട്ടെ നമുക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ഇത് പ്രസ്സാക്കുമ്പോൾ ഇതിൽ ബാക്കിയുള്ള വെള്ളം നന്നായി ഒന്ന് വിട്ട് കിട്ടും, ഒപ്പം തന്നെ ഇത് കൂടുകയും ചെയ്യും. അപ്പം നമ്മളിത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് വെള്ളം മാറ്റി കൊടുക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ചീസ് ക്ലോത്തോ കോട്ടൺ ക്ലോത്തിലോട്ടോ ഇതുപോലെ അരിപ്പ വെച്ച് പിഴിഞ്ഞൊഴിച്ചിട്ട് ആ ക്ലോത്ത് ഒന്ന് ഇച്ചിരി നേരം കെട്ടി വെച്ചാലും മതി. ഇനി നമ്മൾ ആ വെള്ളത്തിലോട്ട് ഒരു പാനിലെടുത്ത് വെള്ളത്തിലോട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഒന്ന് ചൂടാക്കുക. ബോയിലാക്കണ്ട, ചൂടാക്കിയാൽ മതി. എന്നിട്ടിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിപ്പയിലുള്ള ചീസ് ഇതിലോട്ട് ഒന്ന് മുക്കണം. ഈ ചൂട് വെള്ളത്തിലോട്ട് നമ്മുടെ ഈ വെയിലോട്ടൊന്ന് മുക്കിയിട്ട് സ്പാച്ചുല കൊണ്ട് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുക്കി ഒരു 5 അല്ലെങ്കിൽ 6 തവണയായിട്ട് മുക്കിയെടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ല, നിങ്ങൾക്കൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അത് മൈക്രോവേവ് ഓവൺ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരും ഇടയ്ക്ക് മൈക്രോവേവ് ഓവൺ ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം മൈക്രോവേവ് ഓവൻ്റെ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ചീസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇട്ട് നമ്മൾ മൈക്രോവേവ് ചെയ്യുക. 20 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്യുക. എന്നിട്ടതെടുത്ത് കൈ കൊണ്ട് ഇപ്പോൾ ഈ സ്പാച്ചുല കൊണ്ട് ചെയ്യുന്ന സംഭവം കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പാച്ചുല കൊണ്ട് തന്നെ മതി. ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് വീണ്ടും മൈക്രോവേവ് ചെയ്യുക 20 സെക്കൻഡ്സ്. എന്നിട്ട് വീണ്ടും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. പിന്നെ ലാസ്റ്റ് ടൈം ഒരു 3rd ടൈമും കൂടെ 20 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്യുക, എടുക്കുക, കൂട്ടി യോജിപ്പിക്കുക. അപ്പോഴത്തേക്ക് ഇത് നല്ല റബ്ബറി ആവും, ചീസ് സ്ട്രെച്ചി ആവും. അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് റബ്ബറി ആയിട്ട് നമുക്ക് നമ്മുടെ ചീസ് കിട്ടും. അങ്ങനെയാണ് വേണ്ടത്. അതായത് സ്ട്രെച്ചബിൾ ആയിരിക്കണം. നിങ്ങളത് സ്ട്രെച്ച് ചെയ്ത് നോക്കിയാൽ സ്ട്രെച്ചബിൾ ആയിരിക്കണം. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അങ്ങനെ നമുക്ക് മൈക്രോവേവ് ചെയ്തും എടുക്കാം കേട്ടോ. അതൊരു മെത്തേഡാണേ.
അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ല ഇങ്ങനെയാണെങ്കിൽ മൈക്രോവേവ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു 5 പ്രാവശ്യം ഇതുപോലെ നന്നായി ആ ചൂടുള്ള വെള്ളത്തിലോട്ട് ഇതുപോലെ സ്പാച്ചുള മുക്കി ഈ അരിപ്പയിലുള്ള ചീസ് മുക്കി സ്പാച്ചുള കൊണ്ട് അമർത്തിയെടുക്കുമ്പോൾ ചീസ് ഇതുപോലെ നല്ല സ്ട്രെച്ചി ആവും. കണ്ടോ, നല്ല സ്ട്രെച്ചിയായി. നമുക്ക് ഈ ഒരു പരുവാണ് നമ്മുടെ മോസറല്ല ചീസ് ആവേണ്ടത്. അപ്പോൾ അതായത് സ്ട്രെച്ചി ആയി എന്ന് കാണുമ്പോൾ ഇതൊന്ന് നന്നായി നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ഇതുപോലെ മിക്സാക്കി വെക്കാം. റെഡിയായി. ഇനി നമുക്കിതൊരു ക്ലിങ് റാപ്പിൽ പൊതിഞ്ഞെടുത്ത് നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ച് തണുപ്പിക്കാം. ഒരു 6-7 മണിക്കൂർ നന്നായി തണുത്തോട്ടെ. ഉടനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലോട്ട് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. ഇല്ല സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എപ്പോൾ ഇനി ആവശ്യമുണ്ടോ അപ്പോൾ എടുത്താൽ മതി. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം ഞാൻ എന്താ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. ഇനി ഞാനിത് നന്നായി റെഫ്രിജറേറ്റായി സെറ്റായ ശേഷം ഞാൻ പിസ്സ ഉണ്ടാക്കിയേ. അപ്പോൾ അതിലേക്ക് ഞാനിത് ഷ്രെഡ് ചെയ്ത് ഇടാമെന്ന് ഓർത്തു. അപ്പം ഇതിനായിട്ട് ഞാൻ ഈ ചീസ് എടുത്ത് ഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാലും മതി. എന്താണോ സൗകര്യം അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്തിടാം. അതുപോലെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചീസായതുകൊണ്ട് നല്ല വൈറ്റ് കളറിലായിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് പിസ്സയുടെ മേളിൽ ഇട്ട് കൊടുത്തു ഞാൻ. എന്നിട്ട് എപ്പോഴും പോലെ പിസ്സ ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കാൻ പോവാണ്. ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ചീസ് എത്രത്തോളം സ്ട്രെച്ചി ആയിട്ടാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ. അപ്പം നമ്മളിത് റെഡിയാക്കി ചീസൊക്കെ ഷ്രെഡ് ചെയ്ത് ബേക്ക് ചെയ്തു. ഇപ്പം ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ചീസി ആയിട്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന മോസറല്ല ചീസ് വന്നിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും കടയിൽ മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റും കൂടുതലാണ്. ചീസിനെസ് കണ്ടോ, എന്ത് യമ്മി ആയിട്ടാണ് വരുന്നത് അതിൻ്റെ സ്ട്രാൻഡ്സൊക്കെ. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്യുവർ ഫോമിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മോസറല്ല ചീസ്. 2 ഇൻഗ്രീഡിയൻ്റ് ഇതിനാവശ്യമുള്ളൂ. ഉപ്പും വിനീഗറും പിന്നെ പാലും. ഉപ്പ് നമ്മൾ ശരിക്കും മൈക്രോവേവ് ചെയ്യുമ്പം നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതിൽ ഉപ്പ് കയറാനല്ല ചെയ്യുന്നത്. നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് നമ്മളിതൊന്ന് സെറ്റാക്കി എടുക്കാനാണ് ഉപ്പിടുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി മോസറല്ല ചീസ് ഇവിടെ റെഡിയായി. ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം ഒരുപാട് ദിവസം നിൽക്കാൻ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.